വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് എൻ്റെ പേര് ഗായത്രി. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കൈമുട്ട് നല്ല കറുപ്പാണ്, കാൽമുട്ട് നല്ല കറുപ്പാണ്, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ് ഉണ്ട് എന്നുള്ളത് മിക്ക ആൾക്കാരും സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് റെമഡിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് ഒരുപാട് മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് അഫോർഡബിൾ അല്ലാത്തവർക്ക് അല്ല, അതൊന്നും ട്രൈ ചെയ്യാൻ താല്പര്യമില്ല, ഹോം മെയ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. വേറൊന്നല്ല, നമ്മൾക്ക് അങ്ങനെ കൈനോ കാലിനോ കൈമുട്ടിനോ കാൽമുട്ടിനൊക്കെ എന്തെങ്കിലും കറുപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ചിലവർക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡാർക്കർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കൈമുട്ടും കാൽമുട്ടും കഴുത്തിന് ചുറ്റുമൊക്കെ ഡാർക്കർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രശ്നം അതാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു കൈമുട്ടോ കാൽമുട്ടോ കറുത്തു പോകുന്നു, അത് എന്താണ് റീസൺ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രശ്നം ഹോർമോണൽ ഇംബാലൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കണ്ട് അവർ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് അവർ പറയുന്ന നമ്മുടെ ഹോർമോൺ സപ്പോസ് ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ ഇങ്ങനത്തെ റെമഡീസ് ഒക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ അത് ഈ അങ്ങനെ ഇംബാലൻസ് ഉള്ള ആൾക്കാർ ചുമ്മാ കയറി കുറെ അങ്ങ് ഹോം മെയ്ഡ് റെമഡീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ വാരി തേച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. ഇനി അതല്ലാത്ത പക്ഷം ആണ് നിങ്ങൾക്ക് ഇങ്ങനെ കൈമുട്ടും കാൽമുട്ടും കറുപ്പ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ റെമഡീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലേ, എല്ലാവർക്കും അങ്ങനെ സ്കിൻ ടോൺ ഉണ്ടാവും. അതിൽ നിന്നും കുറച്ചുകൂടി ഡാർക്കർ ആയിട്ട് നമ്മുടെ കൈമുട്ടും കാൽമുട്ടും കഴുത്തിന് ചുറ്റുമൊക്കെ മാറുന്നുണ്ട്, അത് നല്ലോണം വിസിബിൾ ആയിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ പിഗ്മെന്റഡ് ആയി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ ഹോം മെയ്ഡ് റെമഡീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ പിഗ്മെന്റേഷൻ ആവാനുള്ള കുറച്ച് റീസൺസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എന്തുകൊണ്ട് കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ കറുപ്പ് വരുന്നു എന്നുള്ളതിനൊരു റീസൺ കൂടെ ഉണ്ട്. വേറെ ഒന്നല്ല, ഒന്ന് ഞാൻ പറഞ്ഞു ഹോർമോൺ ഇംബാലൻസോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ ആവാം. അതല്ലാതെ നാച്ചുറൽ ആയിട്ട് അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അവിടെയൊക്കെ ഡാർക്ക് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ അത് എക്സ്ഫോളിയേറ്റേ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ അക്യുമുലേറ്റ് ആയി അവിടെ അങ്ങ് ഡാർക്കായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൈമുട്ടും കാൽമുട്ടൊക്കെ കറുത്തു പോകുന്നത്. നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാതെ അതങ്ങ് തിക്ക് ലെയർ ആയിട്ട് അങ്ങ് അടിഞ്ഞ് കൂടി അങ്ങനെ അത് ഡാർക്ക് ലെയർ ആയിട്ട് മാറാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സൺ എക്സ്പോഷർ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ മെലാനിൻ പ്രൊഡക്ഷൻ, നമ്മുടെ സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ വളരെ കൂടും. അങ്ങനെയും എന്ത് സംഭവിക്കാം, നമുക്ക് കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന് നമ്മുടെ കൈമുട്ടില് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഡാർക്കർ ആവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയും ആവാം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇത് വരാൻ വേണ്ടിയിട്ട്. മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ എന്തേലും അതായത് പാക്കുകൾ ഇടുക അല്ലെങ്കിൽ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ മുഖത്തിന് കുറെ പാക്കും കാര്യങ്ങളും ഇട്ടിട്ട് കയ്യിനും കാലിലും ഒന്നും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ആകെ വൃത്തികേടും കളറ് ഭയങ്കര ഇതുപോലെ ഡാർക്കറായിട്ടും അങ്ങനെയൊക്കെ ആയി മാറും. സോ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഈ ഇതിന് നമ്മുടെ കൈമുട്ടും കാൽമുട്ടും അതുപോലെ കഴുത്തിന്റെ ബാക്കിലും അതുപോലെ നമ്മുടെ ഇവിടെയൊക്കെ കറുപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട, വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോൻ്റെ ജ്യൂസാണ്. ഇവിടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുക, ജ്യൂസ് ആക്കിയിട്ടും എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു അര പൊട്ടാറ്റോ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ള കൈമുട്ടിലേക്ക് ഇത് പൊട്ടാറ്റോൻ്റെ പൾപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈമുട്ട കാണിക്കുന്നത്. ഇത് കഴുത്തിൻ്റെ ബാക്കിലുള്ള കറുപ്പായാലും അതുപോലെ തന്നെ കാൽമുട്ടിലൊക്കെ ഇത് തന്നെ മതി. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ആദ്യം വേർപ്പോ ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയണം കേട്ടോ. കാരണം നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ വേർപ്പും ചളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിൻ്റെ മേലെ കൂടെ ഈ പാക്കും കാര്യങ്ങളൊന്നും ഇടരുത്. ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചൊന്ന് കഴുകിയതിന് ശേഷം, കഴുത്തിൻ്റെ ബാക്കിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം വെച്ച് കഴുകിയതിന് ശേഷം ഈ പൊട്ടാറ്റോൻ്റെ പൾപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സർക്കുലർ മോഷനിൽ അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജ്യൂസ് എടുത്തില്ല എന്നേ ഉള്ളൂ, ജ്യൂസ് എടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ.
ജസ്റ്റ് പൾപ്പായിട്ട് എടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ജസ്റ്റ് നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ് ഇടാം. അപ്പം ഞാൻ ഇവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ആ കൈമുട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കറുപ്പുള്ളത് അവിടെ ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണ്ട, കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തരി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ സ്ക്രബിങ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. സോ അതല്ലാത്ത കോഫി പൗഡർ എടുക്കുക. ഇനി കോഫി പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണേൽ അതും എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ പൊട്ടാറ്റോ ജ്യൂസ് നിങ്ങൾക്ക് അലർജിയാണ് സ്കിന്നിനുണ്ടെങ്കിൽ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസോ എടുക്കുക. അതിനും സ്കിൻ ലൈറ്റൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഞാൻ പറയുക പൊട്ടാറ്റോൻ്റെ ജ്യൂസ് ആയിരിക്കും. അത് കുറച്ചുകൂടെ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ തന്നെ എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വൃത്തിയായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഓൾറെഡി നമ്മൾ തേച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇവിടെ എടുക്കണ്ട, അപ്പോൾ സ്ക്രബിങ് എഫക്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആ പൊട്ടാറ്റോൻ്റെ പൾപ്പിൻ്റെ കൂടെ കടലമാവ് കൂടെ ഇട്ട് മിക്സ് ചെയ്തേക്കാണ്. ഈ 2 സാധനങ്ങൾ ഉള്ളൂ കേട്ടോ, പൊട്ടാറ്റോൻ്റെ പൾപ്പും കടലമാവും. ഇനി പൾപ്പല്ലാന്നുണ്ടെങ്കിൽ ആ ജ്യൂസിൻ്റെ കൂടെ കടലമാവ് ഇട്ടിട്ട് ഒരു പാക്ക് ആക്കി എടുക്കുക. അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടുള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കൈമുട്ടിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതായത് അതിങ്ങനെ പൊടിഞ്ഞു വീണു പോകും. നമ്മുടെ ഈ കൈമുട്ട് ഇങ്ങനെ പൊന്തിച്ച് വെക്കുകയല്ലേ, ആ സമയത്ത് ഇങ്ങനെ വീണ് പോകും. കുറച്ച് പ്രയാസമാണ്. പക്ഷേ കാൽമുട്ടിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു വിധം എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്, പിന്നെ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു വിധം ഒന്ന് സെറ്റാക്കി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം അത്യാവശ്യം ബുദ്ധിമുട്ടി, സാധനം ഇങ്ങനെ വീണിട്ട് ഡ്രസ്സ് കൂടെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 തൊട്ടിട്ട് മാക്സിമം അതൊരു അത്യാവശ്യം ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആകും. അങ്ങനെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ സ്റ്റെപ്സാണ്, പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന സ്റ്റെപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം. ഈ പാക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതായത് പെട്ടെന്ന് കഴുകി കളയരുത്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം, കടലമാവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവുന്നവരൊന്ന് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം. നമുക്ക് കഴുകി വന്നിട്ടുള്ളത് കാണിച്ചു തരാവേ. ഇതവിടെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടില്ല. പക്ഷെ ചെറുതായിട്ട് നമുക്ക് ലൈറ്റർ ആയ പോലെ തോന്നും. അത്യാവശ്യം ഓവർ ഡാർക്ക് അല്ലാത്തവർക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ലൈറ്റർ ആയ പോലെ തോന്നും. പക്ഷെ നല്ലോണം ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലോണം പിഗ്മെന്റഡ് ആയിട്ടുള്ള കൈമുട്ടും കാൽമുട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കാണില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഇത് ഒരൊറ്റ തവണ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങ് മാറി, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു ആഴ്ചയിലൊരു 2 തവണ, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 1 തവണയെങ്കിലും ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവുന്ന അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഡാർക്കർ അല്ലാത്ത കൈമുട്ടും കാൽമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ.